ഇനി നോക്കൂ, തൻസീലൽ അസീസിർ റഹീം. ഇത് അസീസും റഹീമുമായ അല്ലാഹു അല്പാൽപമായി ഇറക്കി തന്ന ഖുർആനാണ്. നമ്മൾ മനസ്സിലാക്കി, തൻസീൽ അല്പാൽപമായി ഇറങ്ങുന്നത്. ഇനി എന്താ പറഞ്ഞ അൽ അസീസുർ റഹീം? സാധാരണ അൽ അസീസുൽ ഹക്കീം എന്നാ പറയാ, അങ്ങനെയുള്ള പ്രയോഗം വരില്ല. അൽ അസീസുൽ ഹക്കീം. അസ്മഇയുടെ കഥ ഉണ്ടല്ലോ. അസ്മഇ വലിയ ഗ്രാമേറിയൻ, സമരൊക്കെ പറയുന്ന നഹ്വിസ്റ്റ്, ഗ്രാമേറിയൻ ആയിരുന്നു മഹാനായ അസ്മഇ. അസ്മഇ തങ്ങൾ ഇങ്ങനെ പോയി ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ, ഒരു അറാബിന്റെ അടുത്ത് നിന്ന് എത്തിയപ്പോൾ വെറുതെ ഇങ്ങനെ ഖുർആൻ ഓതിയതാണ്. ആ സംഭവം ഓർമ്മ ഉണ്ടായിരിക്കും. അസ്സാരിഖു വസ്സാരിഖതു ഫഖതഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. കഴിച്ചിട്ടുണ്ടോ ഓതിയതേ? കലാമു മൻ ഹാദാ? അസ്മഇ, നിങ്ങൾ ആരുടെ വർത്താനായി പറയണത്? കലാമുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ കലാമാണ്. ഇത് അല്ലാഹുവിന്റെ കലാമല്ല. അറബി, ഇത് അല്ലാഹുവിന്റെ കലാമല്ല. നിങ്ങൾ ഹൽ ദറസ്തൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? ഹൽ ഖറഅതൽ ഖുർആൻ, ഖുർആനൊക്കെ ഓതി പഠിച്ച ആളാണ്? അല്ലല്ല. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ അല്ലാഹുവിന്റെ കലാമല്ല. അസ്മഇ ആലോചിച്ചു, റബ്ബേ എവിടെ പഠിച്ചിട്ടുണ്ടോ? ഓർത്തു നോക്കി. അസ്സാരിഖു വസ്സാരിഖതു ഫഖതഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ് വല്ലാഹു അസീസുൻ ഹകീം. ഇത് പടച്ചോന്റെ കലാമാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞ ഗഫൂറുർ റഹീം, കൈ മുറിക്കണം എന്ന് അല്ലാഹു പറഞ്ഞ ആയത്താണിത്. മോഷണം ചെയ്ത ആളിന്റെ കൈ മുറിക്കണം. കൈമുറിക്കാൻ അല്ലാഹു തആല പറഞ്ഞിട്ട് ഗഫൂറുർ റഹീം, അല്ലാഹു പുറത്തു കൊടുക്കുന്ന റഹ്മാനാണ്. നബിന് അല്ലാഹു കൈമുറിക്കാൻ പറയോ? അത് യോജിക്കണില്ല. നേരെ മറിച്ച് അസീസുൻ ഹകീം, അസ്സ ഫഹകം, അല്ലാഹുവാണ് ഇവിടെ നിയമം തീരുമാനിക്കുന്നവൻ. അവൻ അസീസാണ്, അതുകൊണ്ട് അവൻ വിധി പറഞ്ഞു കൈമുറിക്കണം. അസ്സ ഫഹകമ, അസീസുൻ ഹകീം, ഇത് യോജിപ്പുണ്ട്. ആ പ്രയോഗം നോക്കണം. അസീസാകുന്നവനാണ് നിയമം നടപ്പാക്കുക. ഖുർആൻ മൊത്തെടുത്ത് നോക്കിയാൽ അല്ലാഹു തആല രണ്ട് വിഷയം പറയാം. ഒന്ന്, നമ്മൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചു തരും, നരകത്തെ സംബന്ധിച്ചുള്ള താക്കീതും തരും. വാർണിംഗ് ആൻഡ് റിവാർഡ് രണ്ടുണ്ട്. നമുക്ക് പ്രതിഫലം അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങൾ ഇങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ യു വിൽ ഹാവ് ടു സഫർ. ഇതും അല്ലാഹു പറഞ്ഞുതരും. അസീസാകുന്ന അല്ലാഹുവിൻ്റെതാണ് അഹ്കാമുകൾ, നിയമം. അസ്സ ഫഹകമ, അല്ലാഹു അസീസാകുമ്പോഴാണ് നിയമം നടപ്പാക്കുക. അല്ലാഹു അസീസാണ്. ഖുർആൻ റബ്ബ് പറയും, ഇങ്ങനെയൊക്കെ ജീവിച്ചോ, നീ ഞാൻ പറഞ്ഞതുപോലെ ജീവിച്ചില്ലെങ്കിൽ നിനക്ക് ഇന്നതൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട്. താക്കീത്. പിന്നെ നിങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗം തരുന്നു. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ. പിന്നെ മരണത്തെ പറ്റി പേടിക്കേണ്ട വേണ്ട. ആ നിലക്ക് നിങ്ങൾക്ക് സ്വർഗീയമായ സുഖങ്ങൾ അല്ലാഹു തരാൻ പോവാൻ. ഇത് റബ്ബിന്റെ കാരുണ്യമാണ്. ഇത് റബ്ബിന്റെ കാരുണ്യമാണ്. അവൻ റഹ്മാനാണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ റബ്ബിന്റെ റഹ്മാനിയത്ത് കൊണ്ട് നമുക്ക് പ്രതിഫലമുണ്ടെന്നും അല്ലാഹുവിന്റെ ഇസ്സത്ത് കൊണ്ട് നമുക്ക് ശിക്ഷയുണ്ടെന്നും പറഞ്ഞിരുന്നു. അസീസും റഹീമുമാണ് അല്ലാഹു. ഖുർആനിലേക്ക് വരുമ്പോൾ തൻസീലൽ അസീസിർ റഹീം, ഈ ഖുർആൻ അസീസും റഹീമുമായവൻ ഇറക്കി തന്നതാ. അവിടെ അസീസുൽ ഹക്കീം എന്ന് പറയാമായിരുന്നു. അല്ല, ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത് ഒന്ന് അല്ലാഹുവിന്റെ ഇസ്സത്തിന്റെ വിശേഷണവും മറ്റൊന്ന് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വിശേഷണവുമാണ്. ഇത് പറഞ്ഞപ്പോ തൻസീൽ, ഈ ഖുർആൻ അസീസും റഹീമുമായവന്റേതാണ്. ആ രണ്ട് വാക്കുകൾ അല്ലാഹു തിരഞ്ഞെടുക്കാനുള്ള യുക്തി നോക്കി. ഖുർആനിന്റെ കണ്ടന്റ്, ഖുർആൻ ഉൾക്കൊള്ളുന്നത് സന്തോഷവാർത്തയും താക്കീതുമാണ്. താക്കീത് അസീസിന്റെ ഭാഗമാണ്, സന്തോഷവാർത്ത റഹീമായവന്റെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. അതിനോട് യോജിച്ച് എങ്ങനെയാണ് നമ്മൾ സമീഉൻ അലീം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ചു വരല്ല. ഓരോന്നിനും കൃത്യമായ സ്ഥലത്ത് കൃത്യമായ ആശയം നൽകാനാണ് അല്ലാഹു തആല ആയത്തുകളുടെ അവസാനങ്ങളൊക്കെ ഇങ്ങനെ യോജിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم على
സിറാത്തിൻ മുസ്തഖീം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരായ മാർഗ്ഗത്തിന്മേലാണ്, അതിന്മേലാണ് തങ്ങൾ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് അല്ലാഹു തആല ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞ സംഗതി നേരത്തെ നൽകിയതാണ് റസൂലുള്ളാഹി തങ്ങൾക്ക്. ഫീ എന്ന് പറഞ്ഞാൽ അതിലേക്ക് വന്നു ചേർന്നു എന്ന ആശയം വരും. തങ്ങൾ സന്മാർഗത്തിലല്ലായിരുന്നു, പിന്നെ തങ്ങൾ ഇതിലേക്ക് എത്തിയതാണ്. അല്ലല്ലല്ല, അങ്ങനെയല്ല. എന്തുകൊണ്ടല്ല? അപ്പൊ ചിലർ ചോദിക്കും, അപ്പോ വല്ലുഹാവല്ലൈലി ഉസ്താദ് ഓതി നോക്കി എന്നവിടെ പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ ഫീ സിറാത്തിൻ, സിറാത്തിലേക്ക് നബി വന്നതല്ലേ, ദലാലത്തിലായി. എവിടെന്നാണ് അർത്ഥം കിട്ടിയത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى. അലം യജിദ്ക യതീമൻ, നബിയെ അങ്ങ് യതീമാണെന്ന് അല്ലാഹു അറിഞ്ഞപ്പോ, അലം യജിദ്ക, അലം യഅലം, അല്ലാഹു അറിഞ്ഞില്ലയോ, അല്ലാഹു കണ്ടെത്തില്ലയോ എന്നർത്ഥല്ലേ അവിടെ. വജദ എന്ന് പറഞ്ഞാൽ കണ്ടെത്തി എന്നൊക്കെ മലയാളത്തിൽ അർത്ഥം വെക്കും. അങ്ങനെ അല്ലാഹു ഏതും കണ്ടെത്താൻ പിന്നാലെ നടക്കല്ല പഠിച്ചവൻ, അല്ലാഹുവിന്റെ ഇൽമ് എന്നാണ് അർത്ഥം. വവജദക അലം യജിദ്ക, അലം യജിദ്ക യതീമൻ, അങ്ങ് യതീമാണെന്ന് റബ്ബ് അറിഞ്ഞപ്പോൾ ഫആവാ, നിങ്ങൾക്ക് ആശ്വാസം തരുന്ന ഒരു ഇടത്തേക്ക് അല്ലാഹു നിങ്ങളെ എത്തിച്ചില്ലയോ നബിയെ? അബൂ ത്വാലിബിന്റെയും അബ്ദുൽ മുത്തലിബിന്റെയും കരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിച്ചില്ലയോ? പിന്നെ ഖദീജ ബീവിയിലേക്ക്, പിന്നെ മുസ്ലിം ഉമ്മത്തിന്റെ കൈകളിലേക്ക്. ഇതാണ് അതിന്റെ ആശയം. അലം യജിദ്ക യതീമൻ ഫആവാ. അടുത്ത ആയത്താ പ്രശ്നം. വവജദക ضالًا فهدى. എന്താ അർത്ഥം നോക്കുക? വവജദക, അല്ലാഹു അറിഞ്ഞു അങ്ങയെ സംബന്ധിച്ച്. എന്ത്? ضالًا, ضالാണെന്നറിഞ്ഞു. ഫഹദ, അങ്ങനെ റബ്ബ് സന്മാർഗത്തിലേക്കാക്കി. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം, ഈ ضالൻ എന്ന വാക്കിന് നബി തങ്ങൾ വഴിപിഴച്ചിരുന്നു എന്ന് ഒരു മുഫസ്സിറും കൊടുത്തില്ല. ഇതാണ് അത്ഭുതം. ഒരു മുഫസ്സിർ, ഒരാൾ പോലും കൊടുത്തിട്ടില്ല. ദലാലത്തി എന്ന വാക്കിൽ നിന്നാണ് ഈ ളാല് എന്ന് ഒരു മുഫസ്സിറിനും അർത്ഥമില്ല. പക്ഷെ നമ്മുടെ ഡിക്ഷണറി കുറച്ച് നോക്കി എന്താ കാണുക? ദല്ല, വഴിപിഴച്ചു. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ഇവിടെ ഈ പദപ്രയോഗത്തിന് ആ അർത്ഥമേ ഇല്ല. തങ്ങൾ അന്ന് വഴിപിഴച്ചതല്ല. പിന്നെ എന്താ ദല്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഭയങ്കരമായ സ്നേഹം സ്നേഹിക്കുമ്പോ, പ്രേമം, ഇങ്ങനെ എന്താ പറയാ, ഭ്രാന്ത് പിടിക്കുന്ന പ്രേമം ഒരാൾക്ക് പിടികൂടിയാൽ ദല്ല എന്ന് അറബികൾ പറയും. സ്നേഹിച്ച് അവനാകെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. അല്ലാഹുവിനോടുള്ള സ്നേഹം, അതിയായ സ്നേഹം അങ്ങയുടെ ഹൃദയത്തിൽ ഉണ്ടെന്ന് റബ്ബ് അറിഞ്ഞപ്പോൾ ഫഹദ, ആ സ്നേഹത്തിന് അല്ലാഹു തആല നിങ്ങളെ സന്മാർഗത്തിലേക്ക് വഴി നടത്തിയില്ലയോ? ആ സ്നേഹം കാരണം, എന്റെ കാരണം എന്നറിയോ? തങ്ങൾ ഹിറാ ഗുഹയിലേക്ക് പോയില്ലേ? 15 വർഷത്തോളം ഇരുന്നിട്ടുണ്ട് അവിടെ. 15 വർഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 15ാമത്തെ കൊല്ലമാ തങ്ങൾക്ക് വഹി വരുന്നത്. എന്തിനാ പോയത്? കാന യതഹന്നസു, ഹദീസ് സ്വഹീഹ് ബുഖാരി. ഹബീബായ തങ്ങൾ പോകാനുണ്ടായ കാരണം യതഹന്നസു അല്ലയാലി യത്വാൽ, തങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പൊ തങ്ങൾക്ക് റബ്ബിനെ പറ്റി അറിയാം. മക്കക്കാര് ചെയ്യുന്ന ആരാധന ശരിയല്ലെന്നറിയാം, അവരുടെ ബിംബാരാധന ശരിയല്ലെന്ന് തങ്ങൾക്ക് ബോധ്യമുണ്ട്. എന്നിട്ട് അള്ളാഹുവിനെ തേടി പോയതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്നേഹം റബ്ബിന് വേണ്ടി എരിപൊരി കൊള്ളുന്ന കാലാവസ്ഥയിൽ പാറക്കെട്ടിന്റെ ഉള്ളിലാ ആ ഹിറാ ഗുഹ കിടക്കുന്നത്. പാറയല്ലേ, നമുക്ക് ചെരുപ്പില്ല നടക്കാൻ പറ്റും ഈ മണ്ണിലൂടെ. ആ കാലാവസ്ഥയിൽ അല്ലാഹുവിന് വേണ്ടി, റബ്ബിനെ സ്മരിക്കാൻ വേണ്ടി കടന്നുപോയ ഹബീബിനെ ഫഹദാ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുത്ത് ആ സ്നേഹം കാണിച്ച ഹബീബിനെ ഹിദായത്തിന്റെ വഴിയിലേക്ക് അല്ലാഹു നബിയെ കൊണ്ടുവന്നില്ലയോ റസൂലേ? ഇത് പറയാനാണ് വവജദക ളാല്ലൻ ഫഹദാ. തങ്ങൾ പിഴച്ചു എന്ന് ഒരാളും ഈ ആയത്തിന് അർത്ഥം കൊടുത്തിട്ടില്ല. ഇനി മലയാളത്തിൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു മുഫസ്സിറും കൊടുത്തിട്ടില്ല. ഡിക്ഷണറി വെച്ച് അർത്ഥം വെച്ചാല് പഴച്ചു പോകും.
തങ്ങൾക്ക് ളലാലത്ത് പറ്റി എന്ന് പറയും. ഇല്ല ഇല്ല ഇല്ല, മഅസൂമൂൻ ഖബ്ല അൻ-നുബുവ്വ വ ബഅദ അൻ-നുബുവ്വ. ഉലമാഇന്റെ ജംഹൂറിന്റെയും അഭിപ്രായം, ബഹുഭൂരിപക്ഷം ഉലമാഇന്റെ അഭിപ്രായത്തിൽ പ്രവാചകത്വത്തിന് മുമ്പോ ശേഷമോ ഒരു ചെറുതോ വലുതോ ആയ കുറ്റങ്ങൾ പ്രവാചകന്മാരെന്ന് സംഭവിക്കൂല എന്നാണ്. അത് മാത്രമല്ല, വവജദക ضالًا فهدى ضل فتذكر إحداهما أن تضل فتذكر إحداهما الأخرى. ഒരാൾ അശ്രദ്ധയിലായി പോയാൽ മറ്റേ ആൾ ഓർമ്മിപ്പിക്കാൻ ഒരു സാക്ഷി കൂടെ ഏറെ വേണമെന്ന് കടത്തെ സംബന്ധിച്ച് പറഞ്ഞ ആയത്തിൽ റബ്ബ് തആല പറഞ്ഞ ദൽ അൻ തദില്ല ഇഹ്ദാഹുമാ. ഒരാൾ അശ്രദ്ധയിലായി പോയാൽ, നബിയെ അങ്ങൊരു നബിയാകുമെന്ന ബോധം അങ്ങേക്ക് ഇല്ലായിരുന്നു, അങ്ങ് അശ്രദ്ധയിലായിരുന്നു, അപ്പോൾ നബിയാവും തങ്ങൾ പ്രതീക്ഷിച്ചില്ല, പ്രവാചകത്വം കിട്ടുമെന്ന് പോയതുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അല്ലാഹു അങ്ങേ ഹിദായത്തിലേക്ക് എത്തിച്ചല്ലോ നബിയെ, അല്ലാഹു ഹിദായത്ത് അങ്ങയുടെ കയ്യിൽ തന്നില്ലയോ റസൂലേ. ഇത് പറയാനാ വവജദക ضالًا فهدى. അല്ലാഹുമായി അമിതമായ സ്നേഹം എന്ന ഒരർത്ഥം കൊടുത്തു. നബിയാകുമെന്ന ആ ഒരു തോന്നലൊന്നും നബി തങ്ങൾക്കില്ല, അശ്രദ്ധയിലാണ്, നബിയാകുമെന്ന് പ്രതീക്ഷിച്ച് നടക്കല്ല. പക്ഷേ അള്ളാഹു ഹിദായത്ത് കൊടുത്തു. ഇങ്ങനെയാണ് ആ വാക്കിന്റെ അർത്ഥം പോലും. അതുകൊണ്ട് ഇന്നക ലമിനൽ മുർസലീൻ, അങ്ങ് റസൂൽ അമ്പിയാക്കന്മാരിൽ അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, അങ്ങയുടെ ജീവിതകാലം അങ്ങ് തുടങ്ങിയത് മുതൽ അങ്ങ് സന്മാർഗത്തിന്റെ മീതെ തന്നെയാണ്. അതിന്റെ കാരണം ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, മഹാസ്വഭാവ ഗുണങ്ങൾ പൂർത്തിയാക്കാനാണ് അള്ളാഹു എന്നെ പറഞ്ഞയച്ചത്. ആ സ്വഭാവ ഗുണങ്ങൾ വലിയൊരംശം ആർക്കുണ്ട്? അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്കുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഭാവത്തെ ഇത്മാം ചെയ്യാൻ, പൂർത്തിയാക്കലാണ്, അതിന്റെ പെർഫെക്ഷനിലേക്ക് എത്തിക്കല അള്ളാഹുവിന്റെ റസൂലിന്റെ ഡ്യൂട്ടി. ഇതുകൊണ്ടൊക്കെ മനസ്സിലാവും തങ്ങൾ ജന്മം മുതലേ അലാ സിറാത്തി മുസ്തഖീം. പക്ഷേ 40ാമത്തെ വയസ്സിലാണ് നുബുവത്ത് കൊണ്ടുള്ള ഹിദായത്ത് വരുന്നത്. അതിന്റെ മുമ്പേ അങ്ങ് സന്മാർഗത്തിൽ തന്നെ ആണല്ലോ നബിയെ. ഇതൊക്കെ വന്നത് എവിടുന്നാണെന്നറിയോ? അല എന്ന ഒരൊറ്റ പ്രയോഗത്തിൽ.